അർദ്ധവാർഷിക പരീക്ഷ 7ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ ഇമ്പോർട്ടൻ്റായി വരുന്ന ചോദ്യങ്ങളും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാർക്ക് വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. താഴെ നിങ്ങൾക്ക് 7 ചോദ്യങ്ങൾ കാണാം. 7 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ബ്രാക്കറ്റിലുണ്ട്. ഓരോ ചോദ്യത്തിനും യോജിച്ചത് അതിന് നേരെ എഴുതി കൊടുക്കുക. ചോദ്യം വായിച്ചു നോക്കാം. കുടുംബബന്ധം മുറിക്കൽ ഏതാ യോജിച്ച് വരുന്നത്? മഹാപാപമാണ്. രണ്ടാമത്തത് മൻ വസലക്കി വസൽതുഹു വമൻ കതഅക്കി കതഅതുഹു. ആര് നിന്നെ ചേർത്തോ അവനുമായി ഞാനും ചേരും, ആര് നിന്നെ മുറിച്ചോ അവനുമായിട്ടുള്ള ബന്ധം അല്ലാഹു തആല മുറിച്ചു കളയും എന്നതാണ് അതിൻ്റെ ആശയം വരുന്നത്. മൂന്നാമത്തത് ഇന്നമാ യുവഫ സ്വാബിറൂന അജുറുഹും. ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകപ്പെടുന്ന കൂലി ബി ഗൈരി ഹിസാബ്, ഒരു കണക്കുമില്ല, അത്രയും കൂലിയാണ് അല്ലാഹു തആല കൊടുക്കുക. നാലാമത്തത് വമൻ യുഅല്ലിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വമൻ യുഅല്ലിം, ആരെങ്കിലും ബഹുമാനിച്ചാൽ ശആയിറല്ലാഹി, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ, അള്ളാഹു ബഹുമാനിച്ചതിനെ, ഫൈനഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അവൻ്റെ ഹൃദയാന്തരങ്ങളിലുള്ള തഖ്വയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി അഞ്ചാമത്തത് ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. ആറാമത്തത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഏതാണ്? ഒന്നും സൃഷ്ടിയല്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല എന്നതാണ് യോജിച്ചത്. ഏഴാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവർ സ്വഹാബികളാണ്. ഈ ഒരു രൂപത്തിലാണ് ഇത് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട 3 ഹദീസുകളുടെ ഭാഗങ്ങളുണ്ട്. ആ ഹദീസും അതിൻ്റെ ആശയവും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. അതിലൊന്ന് അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 2 മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിനെയും ഹദീസിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു എന്നാണ് അവിടെ എഴുതേണ്ടത്. മൂന്നാമത്തത് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ. നാലാമത്തത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദ്ർ. അഞ്ചാമത്തത് ഇൽമിൻ്റെ മജ്ലിസും സ്വർഗത്തോപ്പിൽ പെട്ടതാണ്. ഇൽമിൻ്റെ മജ്ലിസും സ്വർഗത്തോപ്പിൽ പെട്ടതാണ്. ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കാൻ അറിയണമെങ്കിൽ പാഠഭാഗവുമായി ബന്ധമുണ്ടാവണം. അതിന് പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട പാഠങ്ങളിലെ അവസാനത്തെ 3 പാഠങ്ങൾ നന്നായി ഒരു 3 തവണ ഓരോ പാഠങ്ങളും വായിക്കുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് അതിലൂടെ തന്നെ ലഭിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 2 വീതം എഴുതാം എന്നുള്ള 3ാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, ഏകദേശം വരുമെന്ന് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അവസാനത്തിൽ നന്ദി സൂചകമായി താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. 2 വീതം എഴുതാം എന്നുള്ളതിൽ ഒന്നാമത്തത് ഖൈറിൻ്റെ വഴികളാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാക്കി വെക്കുക. ഖൈറിൻ്റെ വഴികൾ. പ്രസന്നമായ മുഖത്തോടെ തൻ്റെ സഹോദരനെ കാണുക. പ്രസന്നമായ മുഖത്തോടെ അഥവാ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ തൻ്റെ സഹോദരനെ കാണുക. 2 ആളുകൾക്കിടയിൽ നീതി ചെയ്യുക. ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി 18ാമത്തെ പേജിൽ ഒരുപാട് വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചു വെക്കുക. എന്തായാലും ഒരു 2 നിർബന്ധമായും ഓരോരുത്തരും പഠിച്ചിരിക്കണം. 2 എഴുതാം എന്നുള്ളതിലെ 3ാമത്തെ ചോദ്യം കുടുംബ ബന്ധം പുലർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബന്ധുക്കളെ സന്ദർശിക്കുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ബാക്കി പേജ് 22-ലുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2 നിർബന്ധമായും പഠിച്ചു വെക്കുക. 4ാമത്തത് അയൽപക്ക ബന്ധത്തിലെ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അവരെ സന്ദർശിക്കണം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് മനസ്സിരുത്തി നോക്കിയാൽ ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെ. ഇതൊന്നും കുത്തിരുന്ന് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ പൊതുവായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരെ സന്ദർശിക്കണം, വിവരങ്ങൾ അന്വേഷിക്കണം, ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരണം. ബാക്കി 25-ാമത്തെ പേജിലുണ്ട്. അപ്പോൾ ഒരു 2 or 3 ഓരോരുത്തരും നിർബന്ധമായും പഠിക്കുക. ഇനി 6ാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 2 പ്രതിഫലമുള്ള സ്വതക്ക് ഏതാകുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 പ്രതിഫലമാണ്. 10 റുപ്യ കൊടുത്താൽ 20ൻ്റെ പ്രതിഫലം കിട്ടും. എപ്പോൾ? കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്കാണ്. കുടുംബക്കാർക്ക് 10 റുപ്യ കൊടുത്താൽ 20ൻ്റെ കൂലിയാണ് കിട്ടുക. കാരണം കുടുംബബന്ധം പുലർത്തിയ കൂലിയും സ്വതക്ക ചെയ്ത കൂലിയും. അത് 2 പ്രതിഫലമുള്ള സ്വതക്കയാണ്. ഇനി 2ാമത്തത് ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാകുന്നു? അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. 3ാമത്തത് മസ്ജിദുൽ അഖ്സയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്? 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലം. 4ാമത്തത് അറഫ ദിന നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്ത്? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് പറഞ്ഞത്. 5ാമത്തത് ഭക്ഷണം കഴിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? മനസ്സിലാക്കി വെക്കുക. വിരൽ ഊമ്പലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും അതിൽപ്പെട്ടതാണ്. ഇനി ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. 5ാമത്തത് വ്യക്തമാക്കാം എന്നുള്ള ചോദ്യമാണ്. അതിലൊന്ന് ക്ഷമ. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ്. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. 4 മദ്ഹബുകൾ ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി എന്നിവയാണ്. 3ാമത്തത് വിശ്വാസപരമായ 2 ത്വരീഖത്തുകൾ ഏതൊക്കെയാണ്? അശ്അരിയും മാതുരിയുമാണ്. ഇനി സ്വഹാബികൾ വ്യക്തമാക്കാൻ പറഞ്ഞാൽ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിക്കുന്നവരാണ്. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിക്കുന്നവരാണ് സ്വഹാബികൾ. ഇനി 6ാമത്തത് പൂരിപ്പിക്കാമെന്നുള്ളതാണ്. തറക്തു ഫീക്കും ഡാഷ് അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. നിങ്ങളിൽ ഞാൻ 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങളാരും വഴിപിഴക്കില്ല, ഖുർആനും എൻ്റെ ചര്യകളുമാണത്. അതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നിങ്ങൾ കാണുന്നു, അതും കൂടെ വായിക്കുക. ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റായി കണ്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. പാഠം നന്നായി വായിക്കണം. പരീക്ഷയ്ക്ക് നിർണ്ണയിച്ച അവസാനത്തെ 3 പാഠങ്ങളൊക്കെ 2-3 തവണ വായിക്കുക. പൂരിപ്പിക്കാനോ മറ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അറിയാതെയായി പോകരുത്. ഇത് നമ്മുടെ അവസാനത്തെ പരീക്ഷയാണ്. നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളൊക്കെ എളുപ്പമുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് നമ്മുടെ വീഡിയോകളൊക്കെ ഉപകാരപ്പെട്ടോ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി മുന്നോട്ട് പോകണം. അതിന് നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഉപകാരപ്പെട്ട കാര്യം സന്തോഷം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വരും പരീക്ഷകളിലും മറ്റൊക്കെയായി കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു.